أو مثلها ألم تعلم أن الله على كل شيء قدير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، ربنا تمم بالخير والسعادة. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنفي كتبنا وللشارحين والمشين الصالحين. اللهم انفعنا بهم وبعلومهم يا رب العالمين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സത്യത്തിൽ ഞാനിന്ന് ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ ലൈവ് 5 മണിക്ക് എത്തും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടുത്തെ UAE ടൈമൊക്കെ കണക്കൂട്ടി ഇന്ന് 3:30 മുതൽ തന്നെ ലൈവ് ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇന്ന് ക്ലാസ് വേണ്ടല്ലോ എന്നൊക്കെ ഉള്ള ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സംഗതി ലൈവ് 7 മണിയിലേക്ക് ചേഞ്ച് ആയി എന്നുള്ള വിവരം അറിയണേ. ഏതായാലും ശരി, ഇൻഷാ അല്ലാഹ് ലൈവ് കറക്റ്റ് ടൈമിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് കടന്നു പോകാം എന്ന് ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്, മറിച്ച് വഖൂലു ഉൻളുർന, നിങ്ങൾ ഉൻളുർന എന്നേ പറയാവൂ. വസ്മഉ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ളതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്. ദ്വയാർത്ഥമുള്ള പദങ്ങൾ ബഹുമാനമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതിൽ തെറ്റായ ഒരു അർത്ഥത്തിന് സാധ്യതയുണ്ടെങ്കിൽ നല്ല അർത്ഥം ഉദ്ദേശിച്ചു പോലും അത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് അവിടെ മാത്രമല്ല, പല മഹാന്മാരും പറയുന്നത് കാണാം. ഈ പേര് വെക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മോശമായ അർത്ഥമുണ്ട്, നല്ല അർത്ഥമുണ്ട്. നല്ല അർത്ഥം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലല്ല, മറിച്ച് മോശമായൊരു അർത്ഥം അതിനില്ലേ. അതുകൊണ്ട് അത് പരിഗണിച്ച് അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സാധാരണഗതിയിൽ നടത്തേണ്ടത്. പലയിടത്തും ഉണ്ട് അങ്ങനത്തെ ഒരു സംഗതി അല്ലേ. പക്ഷെ പേര് വെക്കണതിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് സംബന്ധമായുള്ള സമൂഹത്തിന്റെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. അത് വേറെ ഒരു തരത്തിലേക്കാണ് ഇപ്പൊ ആളുകൾ എത്തുന്നത്. ഏറ്റവും ചുരുങ്ങിയ അക്ഷരങ്ങൾ ഉണ്ടാവുക, അതന്നെ ഉമ്മാന്റെ പേരിന്റെയും വാപ്പാന്റെ പേരിന്റെയും തുടക്കത്ത് കൊടുക്കാകുക, അത് നാട്ടിലൊരിക്കലും ഇല്ലാത്തതാകുക എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോ എന്തൊക്കെയോ പേര് വെക്കും ആളുകൾ. എന്നിട്ട് കുറെ ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാല്, ഇവര് വെച്ച പേരിന് നമ്മൾ അർത്ഥം ഉണ്ടാക്കി കൊടുക്കണം. ഇവര് വായിൽ വന്നൊരു പദം, പണ്ട് ഈ ചൈനക്കാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഓല നാട്ടിലെ ആൾക്കാർ പേരിടല്, ഒരു കുട്ടി ജനിച്ചാല് നിലത്തേക്ക് എന്ത് ചെയ്യും, ഒരു നാണയം ഇടും. അപ്പൊ ആ നാണയം ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒച്ച ഉണ്ടല്ലോ, ഒരു സൗണ്ട്, അതാണ് വല്ല പേര് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പേരിടുന്ന പോലെ ആളുകൾ വായിൽ വന്നത് എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ട് അതിനൊക്കെ അർത്ഥം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മക്ക് വരുന്ന ഒരു അവസ്ഥ ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ എന്തൊരവസ്ഥ എന്നുള്ള നിലക്ക് തോന്നാറുണ്ട്. അപ്പൊ ഏതായാലും ശരി, ദ്വയാർത്ഥമുള്ള പദങ്ങൾ, ആ ദ്വയാർത്ഥമുള്ള പദങ്ങള് ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരാളോട് സംസാരിക്കുന്നിടത്ത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നത് പൊതുവിലുള്ള മര്യാദയുടെ ഭാഗമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമുക്കൊരു പെരുമാറ്റച്ചട്ടം എന്ന രൂപത്തിൽ പഠിപ്പിക്കുകയാണ്. വിശേഷിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പെരുമാറ്റത്തിൽ അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകാൻ പാടില്ല. അപ്പോ റായിന എന്ന പദം അത് അറബി ഭാഷ അനുസരിച്ച് കുഴപ്പമില്ല, അതേ സമയത്ത് ഇബ്രു ഭാഷയിൽ അതിന് മോശമായ അർത്ഥമുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾ ആ പദം നല്ല അർത്ഥത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ, ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ മുസ്ലിമീങ്ങൾ പറയുന്ന ഈ നല്ല അർത്ഥത്തിന് ഉപയോഗിക്കുന്ന പദത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തെറ്റായ അർത്ഥത്തിന് ജൂതന്മാരത് പറയുന്നു. അവർക്ക് അങ്ങനെ പല പരിപാടി ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറയും വന്നിട്ട്. അസ്സാമു അലൈക്കും ഞങ്ങൾ പണി കഴിയട്ടെ, ചത്തുപോട്ടെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കുക. അപ്പൊ മുസ്ലിമീങ്ങളോട് വന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം അതവർ സ്വീകരിക്കാറുണ്ട് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് അവര് സലാം പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ മതി, വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. കാരണം എന്താ,
അവരിങ്ങോട്ട് പറയേണ്ടത് മോശമായിട്ടുള്ളതേക്കും. അതെങ്ങനെയാണെങ്കിൽ അതന്നെ തിരിച്ചുണ്ടാകട്ടെ എന്ന് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലത്തെ ഒരു സമീപനം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് റായിന എന്ന ആ പ്രയോഗം അവർ നടത്തിയിരുന്നത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവർക്ക് ഇങ്ങനെ ഒരു ദുഷ്ടലാക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ, അഥവാ അവരുടെ ഇബ്രു ഭാഷയിൽ റായിന എന്ന് പറയുന്നത് വിഡ്ഢി എന്ന അർത്ഥത്തിൽ അവർ പ്രയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് റായിന എന്ന അറബി പദം ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ പ്രത്യേകം കെയർ ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ പറയുമ്പോൾ അതേ വാക്കാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി വിളിക്കാൻ അവർ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണെന്ന ദുഷ്ടലാക്ക് അത് മനസ്സിലാക്കിയപ്പോ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഈ ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു, യാ അദാ അല്ലാഹി, ഓ അള്ളാഹുവിന്റെ ശത്രുക്കളായ യഹൂദികളെ, അലൈക്കും ലഅനത്തുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നിയന്ത്രണം ഏതൊരു അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണോ എന്റെ ശരീരം, ആ അള്ളാഹുവിനെ തന്നെ സത്യം, ലഇൻ സമീഅതുഹാ മിൻ റജുലിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഞാൻ ഇനി കേട്ടാൽ, യഖൂലുഹാ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് കേട്ടാൽ, ലഅദ്രിബന്ന ഉനുഖഹു, അവന്റെ പെരടി ഞാൻ വെട്ടും, അഥവാ അവനെ ഞാൻ ശരിപ്പെടുത്തും എന്ന് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോടുള്ള മഹബത്തിന്റെ ആധിക്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ബഹുമാനക്കുറവിന്റെ ശൈലി പ്രയോഗിച്ചവർക്കെതിരെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, ഫഖാലു, ഈ ജൂതന്മാര് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചതാണ്, അവലസ്തും തഖൂലൂനഹ, ഇതേ പദം നിങ്ങളും പറയുന്നുണ്ടല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അപ്പൊ നിങ്ങൾക്ക് പറയാമെന്നും ഞങ്ങൾക്ക് പറഞ്ഞുകൂടാന്നും, അതെന്താ ഒരങ്ങാടിയിൽ രണ്ട് കച്ചവടം എന്നവർ ചോദിക്കുമ്പോഴാണ് ഫനസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയണ്ട. കാരണം അത് ദുരുപയോഗം ചെയ്യാൻ ശത്രുക്കൾ കാത്തു നിൽക്കുമ്പോ അവർക്കൊരു വടി കൊടുക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ റായിന എന്ന് പറയരുത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ ദുനിയാവിൽ വേറെ എത്ര പദമുണ്ട്, ആ പദങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പദാണ് മറിച്ച് വഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, ഉള്ളുർന, നബിയെ ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങളെ നോക്കണം എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലമായി നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു. വസാനിഹ, രണ്ടാമത്തെ ഒരു നിരീക്ഷണം അവിടെ, ഖാല ഖുത്റുബുൻ, ഖുത്റുബ് എന്നവർ പറഞ്ഞു, ഹാദിഹിൽ കലിമത്തു, ഈ പദം, ഇത് റായിന എന്ന പദം, വൈൻകാനത്ത് സ്വഹീഹത്തൽ മഅന, അത് ശരിയായ അർത്ഥം ഉള്ളതാണെങ്കിലും, അതായത് ഞങ്ങളെ ശ്രദ്ധിക്കണം, പരിഗണിക്കണം എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും, ഇല്ല അന്ന അഹ്ലുൽ ഹിജാസി, ഹിജാസുകാർ, മക്ക ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ളവർ, മാക്കാനു യഖൂലൂനഹ, ഈ പദം പറയാറുണ്ടായിരുന്നില്ല, പ്രയോഗിക്കാറുണ്ടായിരുന്നില്ല, ഇല്ല ഇൻദൽ ഹുസുഇ വസ്സുഖ്രിയ, ആളുകളെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തല്ലാതെ, ഫലാ ജറമനഹ അല്ലാഹു അൻഹ. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ പ്രയോഗിക്കുന്നതിനെ, നല്ല അർത്ഥത്തിന് പ്രയോഗിക്കുന്നതിനെയും അല്ലാഹു തആല വിരോധിച്ചു. അതായത് അങ്ങനെ ഉണ്ടല്ലോ ചില പ്രയോഗങ്ങൾ അർത്ഥം ശരിയായിരിക്കും, പക്ഷെ ആ പ്രയോഗത്തിൽ ഔചിത്യവും അനൗചിത്യവും എന്നൊരു സംഗതി ഉണ്ട്. അത് മനസ്സിലാക്കാത്ത ഒരു ദുരന്തം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലയിടത്തും സംഭവിച്ചു പോകാറുണ്ട്, അല്ലെ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ, മറ്റു പല മഹാന്മാരെ കുറിച്ചും പറയുമ്പോ, അവരുടെ വഫാത്തിനെ കുറിച്ച് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറയും, അതേ സമയത്ത് മരിച്ചു എന്ന് പറയൽ എന്തിനെതിരാ? ബഹുമാനക്കുറവാണ് എന്ന് നമ്മൾ നമ്മുടെ പൂർവികരായ ആളുകൾ പറയാറുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രയോഗിക്കുന്ന അതേ പരുവത്തിലും അതേ ശൈലിയിലും ഒരു പ്രയോഗം മറ്റുള്ളവരെ കുറിച്ച് നടത്തുന്ന ആ സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു പ്രയോഗം റസൂലുള്ളാഹിനെ കുറിച്ച് നടത്താതിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പല മഹാന്മാരും അദ്ദേഹം എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാറില്ല, പറയാറില്ല, അങ്ങനെ പ്രയോഗിക്കുന്നത് മര്യാദ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയണതൊക്കെ എന്താ, ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു ശൈലി, അതല്ല ആരോട് വേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു തങ്ങളോട് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയോഗത്തിൽ അവർ വലിയ മാറ്റം വരുത്തിയിരുന്നു. പിന്നെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ വഫാത്തായി എന്നേ പറയൂ, മരിച്ചു എന്ന് പറയാറില്ല. അപ്പൊ അങ്ങനെ പറയാത്ത അതിനെ കുറിച്ച് ചില ആളുകൾ നമ്മുടെ നാട്ടിലെ ചില വിധേയികളൊക്കെ ചിലപ്പോ വെറുതെ വാക്കിന് വേണ്ടി തർക്കിക്കാൻ വേണ്ടി പറയും, എന്താ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയുള്ള പ്രയോഗങ്ങൾ പലതും അവർ നടത്തും. നമ്മളെ പിന്നെ മഹാന്മാരെ കുറിച്ചൊക്കെ അവര് വളരെ മോശമായിട്ടുള്ള മമ്പറം പള്ളിയിലെ പൂജാരി ഒരു പല ആളുകളും സാധാരണഗതിയിൽ നടത്തുന്ന ഒരു പ്രയോഗമാണ്. വാസ്തവത്തിൽ ഒരു പ്രയോഗത്തിന്റെ ഔചിത്യം അനൗചിത്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്.
അപ്പൊ അങ്ങനെയാണ് പറഞ്ഞപ്പോ പണ്ട് നമ്മളെ ഞാൻ മുമ്പ് പിന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഞാനും പിന്നെ നമ്മളെ പ്രൊഫസർ UC അബ്ദുൽ മജീദും, അദ്ദേഹം നേരത്തെ ഇവിടുത്തെ പിന്നെ അബുദാബിയിലെ ICF-ന്റെ ഒക്കെ രംഗത്തുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ നാട്ടിലാണ്, നമ്മുടെ നാട്ടിലെ സംഘടനാ രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. അപ്പോ UC അബ്ദുൽ മജീദ് സാറും ഞാനും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ ഒരു കടുത്ത ഒരു ബിദഈ ആയിട്ടുള്ള ഒരാള് അയാള് അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വളരെ ലേശം ഓവറായിട്ട് സംസാരിക്കണ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്റെ എളാപ്പയാണ് പിന്നെ മമ്പറം പള്ളിയിലെ പൂജാരി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ വാസ്തവത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് തോന്നി. അപ്പൊ UC സാർ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ ഇടപെടണ്ട, ഞാനിപ്പോ ഒരു പണി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാല് അങ്ങനെ UC അബ്ദുൽ മജീദ് സാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആ കൂട്ടത്തിന്ന്, നിങ്ങളാ പിന്നെ വാപ്പ ചത്ത അന്ന് ശവടക്കിന് പിന്നെ അയാൾ ഉണ്ടായിരുന്നല്ലോ അല്ലേന്ന് ചോദിച്ചു. വലിയ കഠിനമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. പക്ഷെ ഇതിന്റെ ഔചിത്യവും അനൗചിത്യവും അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നിങ്ങളെ വാപ്പ ചത്തന്ന് ശവമടക്കിന് അയാൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടെ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് നേരത്തെ വലിയ കാര്യമായിട്ട് മമ്പറം പള്ളിയിലെ പൂജാരിയാണ് എന്റെ എളാപ്പാന്ന് പറഞ്ഞ അയാള് എന്തായി, അയാള് ശരിക്കങ്ങട് ചമ്മി എന്ന് മാത്രമല്ല മുഖമൊക്കെ വല്ലാണ്ട് വലിഞ്ഞു മുറുകണ പോലത്തെ ഒരവസരം ഉണ്ടായി. അപ്പോ എന്നിട്ട് അവിടെ കൂടിയ ബാക്കിയുള്ള ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ഒരു സംഗതി. മലയാള ഭാഷയിൽ ഒരു പദം, ആ പദം ഇത് അർത്ഥത്തിന് പറ്റിയാൽ മാത്രം പോരാ, മറിച്ച് അത് പ്രയോഗിക്കണതിൽ ഒരു ഔചിത്യവും അനൗചിത്യവും ഉണ്ട്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ സംസാരിക്കുന്നതിൽ വലിയ കേമന്മാരാണ് നമ്മുടെ നാട്ടിലെ വിധേയികൾ, അല്ലെ? വലിയ കേമന്മാര്, പൂജാരി, അതേപോലെ തന്നെ ശവകുടീരം, അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള പല മോശമായിട്ടുള്ള പദങ്ങളും അവർ പ്രയോഗിക്കും. വാസ്തവത്തിൽ എന്താ എന്നോട് പ്രശ്നം? ഇപ്പോ പിന്നെ ഒരു ആചാരം നടത്തുന്ന ആള് എന്ന അർത്ഥത്തിൽ മലയാള ഭാഷയിൽ എങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ആ പ്രയോഗത്തിൽ എന്തുണ്ട്, ഒരു കുഴപ്പമുണ്ടല്ലോ. അതേപോലെ തന്നെ മരിച്ചു എന്ന് പറഞ്ഞാലും ചത്തു പറഞ്ഞാലും മയ്യത്ത് പറഞ്ഞാലും ശവം എന്ന് പറഞ്ഞാലും ഒക്കെ ഭാഷയിലൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും അത് പ്രയോഗിക്കുന്നിടത്ത് എന്തുണ്ട്, ഒരു ഔചിത്യവും അനൗചിത്യവും ഉണ്ട്. ആ ഔചിത്യവും അനൗചിത്യത്തിന്റെയും കുറവാണ് വാസ്തവത്തിൽ അത് മനസ്സിലാക്കുന്നിടത്ത് പറ്റിയിട്ടുള്ള അബദ്ധമാണ് വാസ്തവത്തിൽ നമ്മുടെ വിധേയികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലായിടത്തും പറ്റിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിയ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പദം ദുരുപയോഗം ചെയ്തിട്ട് എന്തൊക്കെ പൊല്ലാപ്പാണ് നമ്മുടെ നാട്ടിലെ വിധേയികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ആ പ്രാർത്ഥന എന്ന ശബ്ദം, ആ ശബ്ദം ഒരു സാങ്കേതിക ശബ്ദമായി പരിചയപ്പെടുത്തപ്പെട്ടിട്ടാണ് എല്ലാവരും പ്രയോഗിക്കുന്നതെങ്കിൽ സാങ്കേതികമായി അതിൽ പരിഗണിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരുന്നിടത്തെ ആ പ്രയോഗത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ എന്തില്ല, ഒരു കുഴപ്പമിടല്ല. അതിന് പകരം ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് കത്തണ പെരക്ക് ഊരണ കഴിക്കുവാൻ ലാഭം എന്ന് പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതെങ്കിലും ഒരാളെ പറ്റുമെങ്കിൽ അതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ പലതും ചെയ്യും. അപ്പൊ സുന്നികളായിട്ടുള്ള നമ്മള് എല്ലായിടത്തും പ്രയോഗങ്ങളിലെ ഔചിത്യവും അനൗചിത്യവും പരിഗണിക്കേണ്ടവരാണ്. റെസ്പെക്ട് ഉള്ള പ്രയോഗങ്ങളുണ്ട്, അതേപോലെ തന്നെ അതില്ലാത്ത പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ആ റെസ്പെക്ട് ഇല്ലാത്ത പ്രയോഗങ്ങൾ അത് ഭാഷയിൽ ശരിയായാലും നമ്മൾ പ്രയോഗിക്കരുത് എന്നൊരു സംഗതി ഇതിലുണ്ട്. അതുകൊണ്ട് ഖുത്ബ എന്നവർ പറയാണ്, റായിന എന്ന പദം അത് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെങ്കിലും ഹിജാസുകാര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നേരത്തെ താമസിച്ചിരുന്ന മക്കയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. ആ നാട്ടുകാർ ഈ റായിന എന്ന പദം എന്തിനാ പറയാറുള്ളത്? അതൊരു തമാശയാക്കിയിട്ട് ഒരു കളിയാക്കി പറയുമ്പോഴാ പറയാ. നമ്മളൊക്കെ തന്നെ പോയി പരിഗണിക്കാന്നുള്ളതിന് തന്നെ പറയില്ല നമ്മള്, നമ്മളൊക്കെ നോക്കണം കേട്ടോ, ഒരു ഊതിയ വർത്താനം ചിലപ്പോ പറയില്ല നമ്മള്. ഒരു ഊതി കൊണ്ട് പറയുന്ന സമയത്ത് ചിലപ്പോ എന്ത് പറയും, നമ്മളൊക്കെ നോക്കണം, നമ്മളെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അയാളെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ കഴിയില്ല എന്ന് പിന്നെ അറിയാം. അപ്പൊ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് അങ്ങനെ ഒരു തമാശയാക്കാൻ വേണ്ടി പറയും. ആ തമാശയാക്കാൻ വേണ്ടി പറയുമ്പോഴേ റായിന എന്ന പ്രയോഗം ഹിജാസുകാർ പ്രയോഗിക്കാറുള്ളൂ. അപ്പോ ജൂതന്മാരുടെ വർത്താനത്തിൽ അതിൽ മോശമുണ്ട് എന്നതിന്റെ പുറമെ അറബികൾക്കിടയിൽ തന്നെ ഈ പ്രയോഗത്തിൽ എന്തുണ്ട്, പല ശൈലിയിലുള്ള അവസ്ഥകൾ ഉള്ളത് കൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡാണിത്. അതുകൊണ്ട് ആ വേർഡ് എന്ത് ചെയ്യണം, നിങ്ങൾ ഒഴിവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ന് ഖുത്ബ എന്നവർ രണ്ടാമത്തെ ഒരു നിരീക്ഷണം പറഞ്ഞു. മൂന്നാമത്തെ നിരീക്ഷണം, അന്നൽ യഹൂദ കാനൂ യഖൂലൂന റാഈന ഐ അന്ത റാഈ ഗനമിന ഫനഹാഹുമുല്ലാഹു അൻഹാ. ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റാഈന എന്ന് പറയുമ്പോ അവരുദ്ദേശിച്ചിരുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ആടുമേക്കുകാര എന്ന് വിളിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. സഹാബത്ത് റായിന എന്ന് പറയുന്നതിന്റെ സൗകര്യം ഉപയോഗിച്ച് റായിന എന്ന് ഇവര് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റായി ഗനമിന, ഞങ്ങളുടെ ആടുകളെ വേക്കുന്നവനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഒരു കളിയാക്കി വിളിക്കലായിരുന്നു അവർ ഉദ്ദേശിച്ചത്. ഫനഹാഹുമുല്ലാഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിരോധിച്ചു. അൻഹാ, റായിന എന്ന പ്രയോഗം നടത്തുന്നതിനെ സംബന്ധിച്ച്. റാബിയുഹ, നാലാമത്തെ അഭിപ്രായം, അന്ന ഖൗലുഹു റായിന, റായിന എന്ന പദം മുഫാഅലത്തുൻ, അത് മുഫാഅലത്താണ്. റായു റായി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാന്നാ, ശ്രദ്ധിക്കുക എന്നൊരു ഒരു ആശയം അതിൽ കടന്നു വരും. അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോ രണ്ടാൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ശ്രദ്ധയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് മുഫാഅലത്തിന്റെ വസൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്, അറബി ഭാഷയായിട്ട് ബന്ധമുള്ളവർക്ക് അതറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക, അപ്പൊ മുലാമസ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക എന്ന് പറഞ്ഞവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ട ഒരു സംഗതി എന്ന അർത്ഥത്തിലാണ് ഈ മുഫാഅലത്ത് വസന് വരിക. അപ്പൊ അതിൽ നിന്നുള്ളതാണ് റായി എന്ന് പറയുന്ന പദം. അപ്പൊ ഫക്കാന ഹാദൽ ലഫ്ളു, ഈ റായിന എന്ന പദം മൂഹിമല്ലിൽ മുസാവാത്തി ബൈനൽ മുതഖാത്തിബൈനി, പരസ്പരം സംബോധന ചെയ്യുന്ന രണ്ടാളുകൾക്കിടയിലുള്ള യോജിപ്പിനെ അത് സമമാക്കലിന് തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എത്രത്തോളം നിങ്ങളോട് പറയണോ അതേപോലെ ഞങ്ങളോട് തിരിച്ചിങ്ങോട്ടും എന്താക്കണം, പെരുമാറണം എന്നൊരു ശൈലി, ഒരു വല്യേട്ട മനോഭാവം എന്ന്, അല്ലെങ്കിൽ എല്ലാരെയും ഒരേപോലെ കാണുന്ന ഒരു ശൈലി എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒരു ഉദ്ദേശം അതിൽ കടന്നു വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്താവും അർത്ഥം, നിങ്ങൾ പറയണത് ശ്രദ്ധിച്ചോളാം, പക്ഷെ ഞങ്ങൾ പറയണത് ആരും ശ്രദ്ധിക്കണം, നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ഉത്തരവിന്റെ മര്യാദകൾ അവിടെ വരുന്നുണ്ട്. ഫനഹാഹുമുല്ലാഹു തആല അൻഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിലക്കിയതാണ്. വബയ്യന, എന്നിട്ട് അല്ലാഹു തആല വിശദീകരിക്കുകയും ചെയ്തതാണ്. അല്ലാ ബുദ്ദ മിൻ തഅലീമിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കൽ അനിവാര്യമാണ്. ഫിൽ മുഖാത്തബത്തി, ആ നബി തങ്ങളോടുള്ള സംബോധനത്തിൽ പോലും. അലാമാ ഖാല, പടച്ചോൻ പറഞ്ഞതുപോലെ, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅലികും ബഅലാ. സൂറത്തുൻ നൂറിന്റെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും, നിങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന ആ വിളിയെ നിങ്ങളാക്കരുത്. കദുആഇ ബഅലികും ബഅലാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കരുത്. അബ്ദുറഹ്മാനെ, മുഹമ്മദെ, അല്ലെങ്കിൽ അലിയെ എന്നൊക്കെ നമ്മൾ പരസ്പരം വിളിക്കുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനത്തിൽ പൊതിഞ്ഞുകൊണ്ടല്ലാത്ത വിളി നിങ്ങൾ വിളിക്കരുത്. ഇത് റസൂലുള്ളാഹിനോടുള്ള ബഹുമാനത്തിന് വേണ്ടി അല്ലാഹു തആല ജനങ്ങളോട് പറഞ്ഞത് മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാലോ. ലിജ്ലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചതിന്റെ പേരിൽ അല്ലാഹു നാദാഹു ബിസ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ആ റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് വിളിച്ചിട്ടില്ല. നമുക്കറിയാം, വമിൻ ഖബ്ലിഹി, മുമ്പ്, നാദാ ബിഅസ്മാഇഹിം റുസുലാ, പല നബിമാരെയും അല്ലാഹു തആല പേര് വിളിച്ചു. യാ മൂസ എന്ന് ഖുർആനിൽ കാണാം, യാ ആദമു, യാ ഈസ, യാ നൂഹു, ഇങ്ങനെ പല നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്നിങ്ങനെ സ്ഥാനപ്പേര് കൊണ്ടല്ലാതെ അല്ലാഹു തആല ഖുർആനിൽ ഒരിടത്തും യാ മുഹമ്മദു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിച്ചില്ല. എന്തേ വിളിക്കാതിരുന്നത്? ലീ ജിലാലിഹി, അത് നബി തങ്ങളെ ആദരിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു നിമിഷ നേരത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോൾ അവിടെ സാമാന്യവൽക്കരിക്കപ്പെടുന്ന ഒരു ശൈലി ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. അവിടുത്തെ ബഹുമാനത്തിന് നിരക്കാത്തൊരു ശൈലി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ റാഴി എന്ന് പറയുന്ന പദം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സമീപനം സ്വീകരിക്കുക എന്ന മുഫാഅലത്തിന്റെ വസനായി വരുമ്പോൾ, മുഫാഅലത്ത് എന്ന അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലത്തെ സമീപനം എന്ന ഒരർത്ഥം അതിൽ വരുമ്പോൾ, നബിയെ ഞങ്ങൾ പറയണത് തങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയണത് ഞങ്ങളും കേട്ടോളാം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ബഹുമാനക്കുറവിന്റെ അവസ്ഥയല്ലേ? ആ ബഹുമാനക്കുറവിന്റെ അവസ്ഥ വരാതിരിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ ആ പദം പറയരുത് എന്ന് രേഖപ്പെടുത്തിയത്. മറ്റൊരു വ്യാഖ്യാനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയാണ്, വഖാമിസുഹ, അഞ്ചാമത്തത്, അന്ന ഖൗലഹു റായിന, റായിന എന്ന പദം ഖിതാബുൻ, അതൊരു സംബോധന ശൈലിയാണ്. മാൽ ഇസ്തിഅലായി, ഒരു
തന്റെ ഈ പറയുന്ന ആളുടെ ഒരു ഔന്നിത്യം, തനിക്കൊരു മികവോടുകൂടെ പറയപ്പെടുന്ന ആളോടൊരു ഉത്തരവിന്റെ ശൈലി അതിൽ വരുന്നുണ്ട്. എന്താ? കന്നഹു യഖൂലു റാഇ കലാമി വലാ തഗ്ഫൽ അൻഹു വലാ തസ്തഗിൽ ബിഗൈരിഹി. ഞാൻ ഈ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകരുത്, ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുകയും ചെയ്യരുത് എന്നൊരു ഉത്തരവിന്റെ ശൈലി അതിലെന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അകത്ത് വരുന്നുണ്ട്. അതാണ് ചില പണ്ഡിതന്മാരുടെ നിരീക്ഷണം. അപ്പോ ആ ഒരു റായി നിങ്ങൾ ശരിക്കും നോക്കണം, ശരിക്കും ശ്രദ്ധിക്കണം, അശ്രദ്ധ ഉണ്ടാകരുത്, ശ്രദ്ധക്കുറവ് വരരുത് എന്നൊക്കെ പറയുമ്പോ ഒരു 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 ഉത്തരവിൻ്റെതായിട്ടുള്ള ഒരു ശൈലി അതിലുണ്ട്, ഒരു റിക്വസ്റ്റിന്റെ ശൈലി അല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ് നിങ്ങളെ റായിനാന്ന് നബി തങ്ങളോട് പറയരുത്. കാരണം എന്താ? അത് റസൂലുള്ളാഹിനോട് നിങ്ങൾ ഒരു ഉത്തരവിറക്കണതിന്റെ ഭാഗമായി വരും. അതേ സമയത്ത് വലൈസഫി ഉള്ളുർന എന്ന പദത്തിൽ ഇല്ല സുആലുൽ ഇന്തിലാരി, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങൾക്കും കൂടി ഒന്ന് സാവകാശം തരണം എന്ന് റിക്വസ്റ്റ് അല്ലാതെ, ഒരു ആവശ്യപ്പെടലല്ലാതെ മറ്റൊന്നും അതിലില്ല. അപ്പൊ കാന്നഹും ഖാലൂ ലഹു തവഖഫ് ഫീ കലാമിക വ ബയാനിക മിഖ്ദാറ മാ നസുലു ഇലാ ഫഹ്മിഹി. വാസ്തവത്തിൽ അവിടെ ഉള്ളത് എന്താ? ഈ സ്വഹാബികൾ ഇത് പറഞ്ഞപ്പോഴും അവർക്ക് ഈ ദുരുദ്ദേശം ഒന്നുമില്ല, അവര് നല്ല ഉദ്ദേശം തന്നെ ഉള്ളൂ. അവരുടെ ഉദ്ദേശം എന്താ? നബിയെ തവഖഫ് ഫീ കലാമിക, അങ്ങയുടെ സംസാരത്തിൽ തങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് നിൽക്കണം, അടങ്ങണം. ബയാനിക്ക, തങ്ങളുടെ വിശദീകരണങ്ങളിലും. ഉടനെ പറഞ്ഞു പോകുമ്പോ ചിലർക്ക് എന്താവില്ലാന്ന്, ചിലത് പെട്ടെന്ന് മനസ്സിലാവില്ലാന്ന്. അപ്പൊ അതുകൊണ്ട് തങ്ങൾ ഇടക്കൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണത്? മിഖ്ദാറ മാ നസിലു ഇലാ ഫഹ്മിഹി, അത് മനസ്സിലാക്കുന്നിടത്തേക്ക് ഞങ്ങളെ ഒരു ചിന്ത കൂടി എത്താൻ പറ്റും വിധത്തിൽ സാവധാനം പറഞ്ഞു പോയാൽ എല്ലാവർക്കും മനസ്സിലാകും. വാസ്തവത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അങ്ങനെ തന്നെയാണ്. ഒരിക്കലും തന്നെ ശ്രോതാവിന് മനസ്സിലാകാത്ത ഒരു ടീച്ചിങ് മെത്തേഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ചരിത്രം വിശദീകരിച്ചെടുത്ത് സീറകളൊക്കെ പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായി വരുന്നിടത്തൊക്കെ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ആവർത്തിച്ചു പറയും. അതേ സമയത്ത് ശ്രോതാവിന്റെ മാനസികമായ അവസ്ഥ, അവന്റെ അത് ഉൾക്കൊള്ളാനുള്ള അവന്റെ കെൽപ്പ് കപ്പാസിറ്റി, ആ കപ്പാസിറ്റി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറുള്ളത്. പക്ഷെ എന്നാലും ചില ആളുകൾക്ക് എന്താവില്ല, അതിൻ്റെ ഒപ്പം എത്താൻ സാധിക്കാത്ത ആളുകളുടെ ഒരു പരിദേവനം അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ ബേജാറാണ് ഈ പറഞ്ഞതിലുള്ളത്. അപ്പൊ അതിനു വേണ്ടി പറയുന്നിടത്ത് ഒരു ഉത്തരവിന്റെ ശൈലി എന്ത് ചെയ്യരുത്, കടന്നു വരരുത് എന്നതുകൊണ്ടാണ് ഒരു താഴ്മയുടെ ശൈലിയുള്ള പ്രയോഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞത് എന്നാണ്. ഇനി വേറെ ഒരു നിരീക്ഷണം ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവര് പറയാണ്, റായിന എന്ന് പറഞ്ഞത് അന്ന ഖൗലഹു റായിന അലാ വസ്നി ആതിനൻ മിനൽ മുആതാത്തി വറാമിനൻ മിനൽ മുറാമാത്തി സുമ്മ ഇന്നഹും, അതായത് ഈ ഖല്ലബു ഹാദിഹിൻ നൂന ഇല നൂനിൽ അസ്ലിയത്തി വജഅലുഹാ കലിമത്തൻ മുസ്തഖത്തൻ മിൻ റഊനത്തി വഹിയൽ ഹഖ് ഫറായിനു ഇസ്മു ഫാഇൽ മിൻ റഊന. ഇവര് റായിന എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നമ്മള് ശരിക്കും ഈ ഭാഷയിലുള്ളത് റായി, തങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങളെ എന്ന് പറയുന്നത് ഒരു അവ്യയമായിട്ട് വേറെ ഉപയോഗിച്ചതാണ്. അതേ സമയത്ത് ഇവരെന്തുദ്ദേശിച്ചിട്ടാ പറയണത്? റായി എന്നതിലേക്കല്ല, മറിച്ച് അവരത് പറയണത് റായിനൻ എന്ന്, നിങ്ങളുടെ വിഡ്ഢിത്തം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു ഇസ്മു ഫായിലിന്റെ പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യണത് അവരുദ്ദേശിക്കുന്നത്, അവരുപയോഗിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റായിന എന്ന് പറയുന്ന സമയത്ത് അവര് ശ്രദ്ധിക്കണമെന്ന അർത്ഥമല്ല, ഈ മറിച്ച് നിങ്ങൾ ആരാണ്, വിഡ്ഢിയാണ് എന്ന് തന്നെ പരസ്യമായിട്ട് പറയണേ ആ ഒരു ശൈലിയിലേക്ക് ഈ ജൂതന്മാർ പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏതായാലും ശരി, ഈ പറഞ്ഞ എല്ലാത്തിലും ഇപ്പൊ എന്തുണ്ട്, 6 വ്യാഖ്യാനങ്ങൾ ഇവിടെ പറഞ്ഞു. ആ 6 വ്യാഖ്യാനങ്ങൾ ഇല്ല, ഏത് വെച്ച് നോക്കിയാലും എല്ലാത്തിലും എന്തുണ്ട്, ഒരു നിലക്കല്ലേ മറ്റൊരു നിലക്ക് ഒരു കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറവുള്ള വാക്യങ്ങൾ ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മ ഖസദു ഹാദിഹിൽ വുജൂഹൽ ഫാസിദത, ഈ മോശമായിട്ടുള്ള ഈ വ്യാഖ്യാനങ്ങൾ ഇതിൽ ഏത് വെച്ച് നോക്കിയാലും ജൂതന്മാർ അതൊക്കെ വെച്ചിട്ടേക്കും ആരോട് പറയാ, റസൂലുള്ളാഹിനോട് സംസാരിക്കുക. അതേ സമയത്ത് സഹാബികൾ അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചിട്ടുമല്ല.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നഹല്ലാഹു തആല അൻ ഹാദിഹിൽ കലിമ, ഈ ഏടാകൂടുള്ള ഈ പദം എന്ത് ചെയ്യണ്ട, പ്രയോഗിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതാണ്. അല്ലേ? നമുക്കറിയില്ലേ, ചിലപ്പോ ഒരു പദം ആ പദം പണ്ടൊരാൾ പറഞ്ഞു, ഈ അയാൾക്ക് വിക്കിന്റെ അസുഖമുള്ള ഒരാളാ. അപ്പോ അയാളോട് ചോദിച്ചു വാപ്പ എടുക്കാൻ പോയെന്ന് വെച്ചു. വാപ്പ എടുക്കാൻ പോയെന്ന് വെച്ചപ്പോ പന്നി എന്ന് പറഞ്ഞു അയാള്. അപ്പോ മറ്റേ ദേഷ്യം പിടിച്ച് പന്നിന്ന് വിളിച്ചതാന്നുള്ള ആൾക്ക് ആ കുട്ടീനെ അടിച്ചു. അപ്പോ വേറെ ആൾ വന്നിട്ട് എന്തിനാ അതിനെ തച്ചു വെച്ചു. അപ്പൊ ഈ ചെക്കനോട് ഞാൻ വാപ്പ എടുക്കാൻ പോയെന്ന് വെച്ചപ്പോ പന്നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ എന്താ ഈ അങ്ങനെ വിളിച്ചു വെച്ചു. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പതുക്കെ വിക്ക് പറഞ്ഞു കൊടുത്തു, എനിക്ക് വിക്കുണ്ട്, ഞാൻ പന്നിത്തടത്തേക്ക് പോയതാന്ന് പറയാൻ വേണ്ടി തുടങ്ങിയതാണ്, പക്ഷെ പന്നീന്നായപ്പോഴേക്കാണ് ആ വിക്ക് വന്നത്. അതുകൊണ്ട് അയാള് ഞാൻ പന്നീന്ന് വിളിച്ചു എന്ന് വിചാരിച്ചു എന്ന്. അപ്പോ ഇയാള് പറഞ്ഞു, പൊന്നു പോലെ ഈ ദുനിയാവിൽ എത്ര നാടുണ്ട് പറയാൻ, എനിക്ക് അതല്ലാതെ പറയാൻ കിട്ടിയില്ലേ. സംഗതി അയാൾ പോയ നാടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു തുടങ്ങിയപ്പോ സംസാരം തുടങ്ങി, അവിടെ എത്തിയപ്പോ നിന്നുപോയതാണ്. അപ്പൊ ഒരു കുഴപ്പമുള്ള പദങ്ങൾ പറഞ്ഞാൽ എന്തുണ്ടാവും? ഈ ദുനിയാവിൽ എത്ര പദമുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് തന്നെ പറയണോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫകുല്ലു ഹാദിഹിൽ ഫലമ്മ ഖസദു ഹാദിഹിൽ വുജൂഹൽ ഫാസിദ, ഈ പറഞ്ഞ മോശമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ അവർ ഉദ്ദേശിക്കാൻ സാധ്യത ഉണ്ടായപ്പോൾ ആ ജറമ, ഒരു സംശയവുമില്ല, അല്ലാഹു തആല സഹാബത്തിനെ മോമിനിങ്ങളെ വിരോധിച്ചു അൻ ഹാദിഹിൽ കലിമ, ഈ വാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മോമിനിങ്ങളെ വിരോധിച്ചതാണ്. ഏതായാലും ശരി, റായിന എന്ന് പറയരുത്, കാരണം അതിൽ കുറെ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മളോട് പറയേണ്ടത് എന്താ? വലാക്കിൻ, മറിച്ച് റായിന എന്ന് പറയരുത്, ലാ തഖൂലു റായിന വഖൂലു ഉൻദുർന, മറിച്ച് നിങ്ങൾ ഉൻദുർന എന്ന് പറയുക. ഉൻദുർന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉൻദുർന എന്ന് പറഞ്ഞതിനെ കുറിച്ചും വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, മിൻ നളറഹു ഐ ഇൻദളറഹു, ഒരാളെ പ്രതീക്ഷിച്ച് നിൽക്കുക എന്നതിൽ നിന്നുള്ള പദാണ് ഉൻദുർന. അപ്പൊ ഞങ്ങളെ പ്രതീക്ഷിക്കണം എന്നാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞില്ലേ, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരികും ഖീല ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹിർ റഹ്മ വലാഹിറുഹു മിൻ ഖിബ്ലിഹിൽ അദാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിന്റെ 13-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത് കാണാം. പരലോകത്ത് നടക്കാൻ പോകുന്ന സത്യനിഷേധികളുടെ അതിശക്തമായിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ കഥ അത് വിശദീകരിച്ചുകൊണ്ട്. ലൈവ് കൊടുക്കാനുള്ള ആളൊന്നും അല്ലല്ലോ ഈ കൈപ്പൊക്കി നിൽക്കുന്നത്. ഖലീൽ നീരോളി ആണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ ഉപകാരമായിരിക്കും, മനസ്സിലായില്ലേ? അല്ല എന്നാ പിന്നെ കൈ പൊക്കാതിരിക്കാൻ ഉപകാരം. കാരണം എന്തോ ഒരു ഉദ്ദേശത്തിനാ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അദ്ദേഹം ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പൊങ്ങി പോയതായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോ ഉണ്ടായിക്കൂടായില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയാണ് അതാണ് മാറ്റി കൊടുത്താൽ ഉപകാരം ചെയ്യും. കോഴിക്കോട് നിന്നുള്ള ലൈവ് ഉണ്ട് സഹോദരന്മാരെ. ആ ലൈവ് ഇൻഷാ അല്ലാഹ് 7 മണിക്ക്. അപ്പൊ ഇവിടെ ഇപ്പോ 6:30 മണിയായിട്ടുള്ളൂ. അരമണിക്കൂർ സമയം കൂടെ ഉണ്ടാകും. അതിന്റെ ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ജാറങ്കണ്ടിയുടെ റിസാല വായന അതും നടക്കണ്ടേ? അല്ലേ? അതും നടക്കണ്ടേ ആ വായന? ജാറങ്കണ്ടി റെഡിയാണോ? അപ്പൊ ഏതായാലും ശരി, കുറച്ചേരം നമുക്ക് പറയാം. അപ്പൊ ഉൻദുർന എന്ന് പറഞ്ഞത് അവിടെ എന്താ കാണുക? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു, കപടന്മാരായ ആണുങ്ങളും അതേപോലെ തന്നെ പെണ്ണുങ്ങളും ഒക്കെ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്ത്? ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് പറയും. എന്താ പറയാ? ഉൻദുറൂന, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അല്പം എടുത്തുകൊണ്ട് ഞങ്ങളും അങ്ങോട്ട് വരട്ടെ. ഇതെവിടെയാ? പരലോകത്ത് നടക്കുന്നതാണ്. കൂരാക്കൂരി ഇരുട്ടിന്റെ അതിശക്തമായിട്ടുള്ള തടവറയിൽ ആ നിഷേധികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞുകൂടുമ്പോൾ സത്യവിശ്വാസികൾ പ്രകാശത്തിന്റെ വലയത്തിൽ ഇങ്ങനെ അലങ്കൃതമായ ഒരു അവസ്ഥയിൽ, പ്രത്യേകം ആദരിക്കപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ മഹ്ശറിലേക്ക് വരുന്ന ഒരു നിർണായകമായ ഘട്ടം. ആ ഘട്ടത്തിൽ വല്ലാത്തൊരു ദുരന്തത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ് സത്യവിശ്വാസികളുടെ ആ പ്രകാശവും അവർക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരവും അതേപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള സുഖങ്ങളും ഒക്കെ അവിടെ കാണുന്ന സമയത്ത് സത്യനിഷേധികളായ കപടന്മാരായ ആളുകൾ പറയാണ്, ഉൻദുറൂന, നിങ്ങളൊന്ന് നിൽക്കണേ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അല്പം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളും ഒന്നൊപ്പം എത്തട്ടെ. ആ സമയത്ത് ഈ പ്രകാശം വിശ്വാസികളായി ഭൂമിയിൽ ജീവിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല അവർക്ക് നൽകാമെന്ന് ഏറ്റതിനാൽ തന്നെ ആ പ്രകാശം അവിടെ വെച്ച് സത്യനിഷേധികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ല. അവർക്കത് വാങ്ങാനുള്ള അർഹതയോ അവർക്കതിന്റെ സുഖം അനുഭവിക്കാനുള്ള യോഗ്യതയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മൂമിനീങ്ങൾ പറയും, ഖീല, അല്ല അവരോട് പറയപ്പെടും, ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ,
പുറകിലേക്ക് മടങ്ങിയിട്ട് അവിടെ വല്ല പ്രകാശവും വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കൂടാൻ നോക്കൂ. ഇതിൽ നിങ്ങളെ ഷെയർ ചെയ്യുന്ന പ്രശ്നമില്ല. അതവർ പറഞ്ഞു നോക്കുമ്പോ അടുത്തൊരു റിക്വസ്റ്റ് അവരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഫളുരിബ ബൈനഹും ബിസൂർ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹിർ റഹ്മ വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അതാ അവരുടെ ഇടയിൽ ഒരു പ്രത്യേകമായ മറ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ കർട്ടന്റെ ഉള്ളിൽ നോക്കുമ്പോ ശരിക്കും അനുഗ്രഹമാണ്, അഥവാ സ്വർഗത്തിന്റെ സന്തോഷകരമായ സാഹചര്യമാണ്. അതിന്റെ പുറഭാഗത്തൂടെ നോക്കുമ്പോൾ അദാബിലേക്കുള്ള, നരകത്തിലേക്കുള്ള ഒരു വലിയ വഴിയായിട്ട് അവിടെ കാണാൻ സാധിക്കുകയാണ് എന്ന് ഖുർആനിൽ പറഞ്ഞപ്പോ അവിടെ പ്രയോഗിച്ച പദം ഉള്ളുറൂന എന്നാണ്. അതായത് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞങ്ങളെ കൂടി ശ്രദ്ധിക്കണമെന്നാണ്. ഫഅമറഹും തആല ബിഅൻ യസ്അലൂഹു ലിംഹാല ലിയൻഖുലു അൻഹു ഫലാ യഹ്താജൂന ഇലൽ ഇസ്തിആദതി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഇവിടെ പഠിപ്പിക്കാണെന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊന്ന് നിൽക്കണമെന്ന് അവരോട് ആവശ്യപ്പെടാൻ വേണ്ടി അല്ലെ? ആ മുനാഫിക്കീങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു വേദി അവിടെ ഒരുക്കുകയാണ്. എന്നിട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യണില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവിടെ ഉള്ള ഒരു പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാല്, ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഫൈൻ ഖീല അഫകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅജ്ജിലു അലൈഹിം ഹത്താ യഖൂലൂന ഹാദാ. നേരത്തെ സൂചിപ്പിച്ച ഒരു സംഗതി തന്നെ, റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിൽ ഒരിക്കലും തന്നെ തങ്ങൾ എന്ത് ചെയ്യാറില്ല, അമിതമായ സ്പീഡിൽ സംസാരിക്കുന്നയാളല്ല. ശ്രോതാവിന് മനസ്സിലാകാത്ത ഒരു ശൈലി, ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ശൈലി അല്ല റസൂലുള്ളാഹിന്റേത്. അങ്ങനെ വരുമ്പോ എന്തിനാണ് ഇങ്ങനെ? നബിതങ്ങൾ അങ്ങനെ ആയിരുന്നോ? യുഅജ്ജിലു അലൈഹിം, അവരുടെ മേലിൽ സ്പീഡിലാണ്ട് പറഞ്ഞു പോയി ചിലർക്കൊന്നും കാര്യം മനസ്സിലാകാത്ത, പിടികിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി രണ്ട് മറുപടി ഉണ്ട്. അതിന് അന്ന ഹാദിഹിൽ ലഫ്ളത ഖദ് തുഖാലു ഫീ ഖിലാലിൽ കലാമി വഇല്ലം തകുൻ ഹുനാക അജലത്തുൻ തുഹ്വിജു ഇലാ ദാലിക. അത് സംസാരത്തിന്റെ ഇടക്ക് ചിലപ്പോ എന്താവും, ചില ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു പോകും. അവിടെ പറയുന്ന ആൾക്ക്, പ്രസംഗിക്കുന്ന ആൾക്ക്, സംസാരിക്കുന്ന ആൾക്ക് എന്തില്ലെങ്കിലും സ്പീഡൊന്നുമില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ചില ആളുകൾ സംസാരത്തിന്റെ ഇടക്ക് എന്താവും, ആണ് പറഞ്ഞു പോകും. ഏതുപോലെയൊക്കെ കൗലിർ റജുലി, ഒരാൾ പറയും പോലെ ഫീ ഖിലാലി ഹദീസി, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടക്ക് ഇസ്മാ ശ്രദ്ധിക്കണേന്ന് പറയില്ലേ ചില ആൾക്കാര്, ഇങ്ങോട്ട് വെക്കുന്നൊക്കെ പറയല്ലേ ഉസ്താമാരൊക്കെ, സംസാരിക്കുന്നതിനിടക്ക് ഇങ്ങോട്ട് വെക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെ നോക്കിയിരിക്കും, അങ്ങനെ തന്നെ നോക്കിയിരിക്കും. എന്നാലും ശരി ഇങ്ങോട്ട് വെക്കെന്ന് പറയും. അല്ലെങ്കിൽ അവ സമയത്താ ഈ കേട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കൂലേ. അതേപോലെ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഒന്നുകൂടി പതുക്കിയാക്കണം എന്ന് ചിലപ്പോൾ പറഞ്ഞു പോടതാണ് ചില മനുഷ്യന്മാര്. അങ്ങനെയുള്ളൂ എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത് അന്നഹും ഫസ്സറു ഖൗലഹു തആല ലാ തുഹർരിക് ബി ലിസാനിക തഅജല ബിഹി അന്നഹു അലൈഹിസ്സലാം കാന യുഅജ്ജിലു ഖൗലമാ യുൽഖീഹി ഇലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം ഹിർസൻ അലാ തഹ്സീലിൽ വഹി വഅഖദിൽ ഖുർആനി. ഇപ്പൊ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തുഹർരിക് ബിഹി ലിസാനിക തഅജല ബിഹി. ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ ഓതി കൊടുത്തുകൊണ്ട് വഹയി നൽകണ സമയത്ത് അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കാനുള്ള, എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ആര് വരും? ആ പരിപാടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേഗം മനസ്സിലാക്കാനുള്ള ഒരു ധൃതി കൂട്ടിയിട്ട് തങ്ങൾ എന്ത് ചെയ്തിരുന്നു, അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. അപ്പൊ ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞതാണ് എന്ത്, തങ്ങൾ അങ്ങനെ എന്ത് വേണ്ട, തങ്ങൾ അങ്ങനെ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓതി ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പൂർണ്ണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആരെത്തിച്ചു തരും, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരും എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലര് അവർക്ക് മനസ്സിലാകുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം വരുമോ എന്ന നിലക്ക് എന്ത് ചെയ്യണതാണ്, അവര് ഒന്നങ്ങനെ പെട്ടെന്ന് അത് മനസ്സിലാക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതായത് ഒരു സ്വാഭാവികമായ പ്രയോഗം എന്നതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അതിനെ കാണേണ്ടതില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റായിന എന്ന് പറയരുത്. കാരണം ആ പ്രയോഗത്തിൽ എന്തുണ്ട്, ഔചിത്യക്കുറവുണ്ട്, അല്ലെങ്കിൽ അനൗചിത്യമുണ്ട്. വേറെ പല അർത്ഥത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. മറിച്ച് നിങ്ങൾ ഈ ഒരു ആശയം നബി തങ്ങളോട് പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് വന്നുർന,
ഉന്നുർന എന്നാണ് പറയേണ്ടത്. അഥവാ ഞങ്ങളെ നോക്കണം, ഞങ്ങൾക്ക് കൂടി സാവകാശം തന്നുകൊണ്ട് തങ്ങൾ പറയണം കാര്യങ്ങൾ എന്നാണ്. എന്നിട്ട് വസ്മഉ, മൂന്നാമത്തെ നിർദ്ദേശം അല്ലാഹു തആല പറയാണ് വസ്മഉ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. ഫഹുസൂലു സമാഇ ഇന്ദ സലാമത്തിൽ ഹാസത്തി അംറുൽ ദറൂരിയുൻ ഖാരിജുൻ അൻ ഖുദ്റത്തിൽ ബശർ. എന്തിനാ ഈ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയണത്? എന്തിനാ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, കേൾവി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കേൾക്കാനുള്ള ഗ്രാഹ്യശക്തി എന്നത് റെഡിയാണെങ്കിൽ, മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കേൾവി അറിഞ്ഞത് ഉണ്ടാവുമല്ലോ. ഒരാളൊരു വർത്താനം പറഞ്ഞാൽ ചെവിക്ക് വേറെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുമല്ലോ, അത് കേൾക്കുമല്ലോ. പിന്നെന്തിനാണ് കേൾക്കാൻ വേണ്ടി വീണ്ടും പറയണത്? അപ്പൊ ഇവിടെ കൽപ്പന അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താ? ഒന്ന്, ഫർരിഖു അസ്മാഅക്കും ലിമാ യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ലാ തഹ്താജു ഇലൽ ഇസ്തിആദ. നിങ്ങളുടെ കേൾവികളെ നിങ്ങൾ ഇതിലേക്കായിട്ട് എന്ത് ചെയ്യണം? ഒഴിച്ചു വെക്കണം, ഫ്രീ ആക്കണം. മറ്റു പലതും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അതിന്റെ ഇടക്ക് ഇത് കേട്ടാൽ എന്ത് ചെയ്യൂലാന്ന്, അത് നിങ്ങളെ മനസ്സിക്ക് കയറൂല. അപ്പൊ മനസ്സിക്ക് കയറാത്തല്ലോ, അതായത് ഇത് പറയുമ്പോ വേറെ എവിടെങ്കിലും ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരാണ് എന്ത് ചെയ്യണത്? പിന്നെ എന്തേ ഇപ്പൊ പറഞ്ഞെന്ന് ഒന്നുകൂടി പറയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടാവുക. അതിന് നിങ്ങൾ നിൽക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നബിതങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരം ശ്രദ്ധിച്ച് കേൾക്കാൻ ആവശ്യമായ ഒരു സമീപനം അതാര് സ്വീകരിക്കണം? നിങ്ങൾ സ്വീകരിക്കണം എന്ന് പ്രിയപ്പെട്ട സഹാബത്തിനെ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ്. അങ്ങനെ വന്നാ പിന്നെ എന്തേ പറഞ്ഞെന്ന് രണ്ടാമത് ചോദിക്കേണ്ടി വരൂല, അതിനു വേണ്ടി പറഞ്ഞതാണ്. വസാനിഹ, രണ്ടാമത്തെ അർത്ഥം, ഇസ്മഉ സമാ ഖബൂലിൻ വ തആത്തിൻ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കണം. എങ്ങനെ കേൾക്കണം? സമാ ഖബൂലിൻ വ തആത്തിൻ, അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യുന്ന കേൾക്കണം. വലാ യകുൻ സമാഉക്കും സമാഅൽ യഹൂദി, ജൂതന്മാര് കേൾക്കും പോലെ കേട്ടാ പറ്റൂല. എന്താ? ഹൈസു ഖാലു, അവര് പറഞ്ഞ എന്താ? സമീഅനാ വ അസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ അനുസരിക്കാൻ മനസ്സില്ല. അതുമാതിരി ആകരുത് നിങ്ങളെ കേൾക്കല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾട്ടാ മാത്രം പോരാ, അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അനുസരിക്കുകയും വേണം. അതാണ് പലപ്പോഴും ഇന്നകലാ തുസ്മിഉൽ മൗത്ത പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മരിച്ചോലെ കേൾപ്പിക്കൂല പറഞ്ഞാൽ കേൾക്കൂല എന്നല്ല, മറിച്ച് അത് സ്വീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞത് മാതിരിയാണ് ഇവിടെ. വസാലി സുഹ, മൂന്നാമത്തെ അഭിപ്രായം, ഇസ്മഉ മാ ഉമിർതും ബിഹി മാ അമർതും ബിഹി. ഇസ്മഉ, നിങ്ങൾ ശ്രദ്ധിക്കണം, മാ ഉമിർതും ബിഹി, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് എന്തോ എന്ന്. ഹത്താ ലാ തർജിഉ, നിങ്ങൾ മടങ്ങാതിരിക്കാൻ, ഇലാ മാ നുഹീതും അൻഹു, നിങ്ങളെ വിരോധിക്കപ്പെട്ടതിലേക്ക് നിങ്ങൾ മടങ്ങാതിരിക്കാൻ. തഅ്കീദൻ അലൈഹിം, അവരുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശ്രദ്ധ കൂട്ടി പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്? ആ വിഷയം ഒന്ന് ആണയിട്ട് പറയാൻ വേണ്ടി പറയാണ്. നിങ്ങള് പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേൾക്കുന്നിടത്ത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയാൽ നിങ്ങൾ എന്താകും? നിങ്ങൾ വേറെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടതിലേക്ക് നിങ്ങൾ പോയി വരും അല്ലെ? വയലിൽ പറയണതേ ഉറങ്ങിയിട്ട് കേട്ടാൽ ചിലപ്പോ എന്താവും? വേറെ ആൾക്ക് മനസ്സിലാക്കി പോകല്ലേ ആൾക്കാര്, ആ പറയണ സംഗതി കൃത്യമായിട്ട് മനസ്സിലാകാത്തതിന്റെ പേരില്. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ള എക്സാക്ട് വിവരം അത് കിട്ടണമെങ്കിൽ അതെന്നെ ശ്രദ്ധിച്ചിരിക്കണം. അതിനു പകരം നിങ്ങൾ മറ്റു പലതിന്റെ ഇടക്ക് ഇതും കേൾക്കുന്നുണ്ട് എന്നായാൽ ചിലപ്പോ എന്താകും? വിഷയം മാറിപ്പോകും അല്ലെ? ഒളുവിന്റെ വെള്ളം ഒളു എടുത്തതിന് ശേഷം ബാക്കി വെള്ളം കുടിക്കൽ സുന്നത്താണ് എന്നൊരു ഒരു ആള് പഠിച്ചു. അതേ സമയത്ത് റമദാൻ മാസത്തിൽ ആ വെള്ളം കുടിച്ചാലും നോമ്പ് ബാത്തിലാകും എന്നാ ക്ലാസ്സിൽ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകും. അത് പഠിച്ചിട്ടില്ലെങ്കിലോ എന്താ ഉണ്ടാവുക? ഒളുവിന്റെ വെള്ളം കുടിക്കൽ ബാക്കി വെള്ളം കുടിക്കൽ സുന്നത്താന്നുള്ള സുന്നത്ത് എടുക്കാൻ വേണ്ടി നോമ്പ് ബാത്തിലാക്കണ അവസ്ഥയിലേക്ക് എത്തൂലേ? അപ്പൊ മനസ്സിലാക്കുന്നിടത്ത് അതിന്റെ കൃത്യമായ റൂട്ടിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അപകടം വരും. അതിലേക്ക് നിങ്ങൾ പോകരുതെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സുമ്മ ഇന്നഹു തആല ബയ്യന മാലിൽ കാഫിരീന മിനൽ അദാബിൽ അലീം ഇദാ ലം യസ്ലുകൂ മഅ റസൂലി ഹാദിഹി ത്വരീഖത മിനൽ ഇഅ്ലാമി വത്തബ്ജീലി വൽ ഇസ്ഗാഇ ഇലാ മാ യഖൂലു വത്തഫക്കുറു ഫീമാ യഖൂൽ. ബഹുമാനപ്പെട്ട റാസി ഇമാം രേഖപ്പെടുത്തുന്നു, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞത് എന്താ? വിശ്വാസികളോട് നിങ്ങൾ റായിനാന്ന് പറയരുത്, ഉൻളുർനാന്ന് പറയണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞു വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. എന്താ പറഞ്ഞത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ പറഞ്ഞ ഒരു കൽപ്പന മുഅ്മിനീങ്ങളോടാണ് ഇത് പറഞ്ഞതെങ്കിലും അത് എല്ലാവർക്കും ബാധകം തന്നെയല്ലേ?
അവിശ്വാസികളാവുമ്പോ അവർ ആദ്യം ഇസ്ലാമിൽ വരണം, എന്നിട്ട് ഈ സംഗതികൾ ചെയ്യണം. അവരുടെ തക്ലീഫ് ആദ്യം ഇസ്ലാമിൽ എത്തുക എന്നുള്ളതിനോടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, അവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, ഇദാലം യസ്ലുകു മഅ റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ പ്രവേശിച്ചില്ലെങ്കിൽ, ഹാദിഹി ത്വരീഖത, ഈ അനുഗ്രഹീതമായ മാർഗത്തിൽ അവർ പ്രവേശിച്ചില്ലെങ്കിൽ, മിനൽ ഇഅ്ലാബി വത്തബ്ജീലി വൽ ഇസ്ഗാഇ ഇലാ മാ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സംഗതികളെ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനെ ആദരവോടെ കാണുക, അത് ജീവിതത്തിൽ പകർത്തുക എന്നിങ്ങനെയുള്ള സംഗതികൾ. അതേപോലെ തന്നെ വത്തഫക്കുരി ഫീമാ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കുക. ഇത്തരം സംഗതികൾ ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ നിഷേധാത്മകമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അതിശക്തമായിട്ടുള്ള ശിക്ഷകൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന താക്കീത് അല്ലാഹു തആല നൽകിയതാണ്. അത് അവർക്ക് മാത്രം, അവരോട് തന്നെ അല്ലാഹു അങ്ങനെ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെയും മനസ്സിലാക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു തആല നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്ന സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസിയുടെ കഥ എന്താ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഓരോ വിഷയത്തിലും വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും, ആ കാഴ്ചപ്പാടുകൾ ഏറ്റവും സജീവമായി തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളേണ്ടതുമാണ് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീൻ അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിർ റബ്ബിക്കും വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. മാ യവദ്ദുല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. മിൻ അഹ്ലിൽ കിതാബി, അവിശ്വാസികൾ ആരൊക്കെ? വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള അവിശ്വാസികളും, വലൽ മുശ്രിക്കീന, ശിർക്ക് ചെയ്യുന്ന അറേബ്യൻ മുശ്രിക്കുകളായിരുന്ന അന്ന് അക്കാലത്തുണ്ടായിരുന്ന അവരും, ആ രണ്ട് വിഭാഗവും ഇഷ്ടപ്പെടുകയില്ല. എന്ത്? അയ്യുനസ്സല അലൈക്കും, നിങ്ങളുടെ മേലിൽ അവതരിപ്പിക്കപ്പെടലിനെ, മിൻ ഖൈരിൻ, എന്തെങ്കിലും ഒരു നന്മ അവതരിപ്പിക്കപ്പെടലിനെ, മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് വന്ന് ചേരുന്നതിനെ, അള്ളാഹു തആല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നൽകുന്നതിനെ ഒരിക്കലും തന്നെ ജൂതന്മാർ, വേദക്കാരും അതേപോലെ മുശ്രിക്കുകളും അതവർക്ക് സഹിക്കില്ല, അതവർ ഇഷ്ടപ്പെടില്ല. എന്നാൽ അള്ളാഹുവിന് പറയാനുള്ള മറുപടി, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹു തആല അവന്റെ അനുഗ്രഹം കൊണ്ട് അവൻ ഉദ്ദേശിച്ചവരെ പ്രത്യേകമാക്കും. അതായത് ആർക്കാണത് ഇഷ്ടപ്പെടുക, ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് നോക്കിയിട്ടൊന്നും അല്ല യജമാനനായ റബ്ബിന്റെ തീരുമാനങ്ങൾ. അള്ളാഹു തആല അവന്റെ അനുഗ്രഹത്തിന് സെലക്ട് ചെയ്യുന്നവർക്ക് അവനങ്ങ് വാരിക്കോരി കൊടുക്കും. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു തആല മഹത്തായ ഔദാര്യത്തിന്റെ ഉടമയാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാ. വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു തആല ലമ്മാ ബയ്യന ഹാലൽ യഹൂദി വൽ കുഫാരി, ജൂതന്മാരുടെയും കാഫിറുകളുടെയും അവസ്ഥ അള്ളാഹു തആല വിശദീകരിച്ചപ്പോൾ, എന്ത് വിഷയത്തിൽ? ഫിൽ അദാവത്തി വൽ മുആനദ, ശത്രുതയിലും അതേപോലെ തന്നെ സത്യത്തോടുള്ള മത്സരത്തിലും. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുള്ള ശത്രുത, അതേപോലെ തന്നെ സത്യം തിരിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു ഗുരുതരമായിട്ടുള്ള നിലപാട്, അതിൽ അവരുടെ അവസ്ഥ എന്താന്ന് അള്ളാഹു വിശദീകരിച്ചപ്പോൾ, ഹസ്സറൽ മുഅ്മിനീന മിൻഹും, അവരെ തൊട്ട് മുഅ്മിനീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുകയാണ്. എന്ത്? അവരുടെ ഒരു കുതന്ത്രത്തിലും ആര് പെട്ടുപോകരുത്, നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്ത്? മാ യവദ്ദുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. ഫനഫഅ അൻ ഖുലൂബിഹിം അൽ വുദ്ദ വൽ മഹബ്ബത ലികുല്ലി മാ യദ്ഹറു ബിഹി ഫളലുൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ മഹത്വം വ്യക്തമാകുന്ന പ്രകടമാകുന്ന ഒരു സംഗതിയെയും ആര് സ്നേഹിക്കില്ല? ഈ കാഫിറുകളായിട്ടുള്ള ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്നേഹിക്കില്ല, അതിനവർ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ ആളുകളുടെ ശത്രുത തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും ആര് ശ്രദ്ധിക്കണം? സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് ഇവിടെ. ഇനി നിങ്ങൾ നോക്കൂ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ, ഒരു നന്മയും നിങ്ങൾക്ക്
അള്ളാന്റെ ഭാഗത്തുനിന്ന് ഒരു ഖൈറും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ആർക്ക് ഇഷ്ടമല്ല? സത്യനിഷേധികൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് അവർക്ക് അത് ഇഷ്ടമല്ലാതെ വരുന്നത്? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അതേപോലെ തന്നെ സത്യവിശ്വാസികളോടുള്ള അതിശക്തമായ വെറുപ്പിന്റെ പേരിലാണ്, അസൂയയുടെ പേരിലാണ്. നമുക്കറിയാലോ, ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽ മഅന അന്നഹും യറൗന അൻഫുസഹും അഹഖ ബി അൻ യൂഹാ ഇലൈഹിം ഫയഹ്സുദൂനകും വമാ യുഹിബ്ബൂന അൻ യുനസ്സല അലൈക്കും ഷൈഉം മിനൽ വഹയി. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ആശയം ചെറുതായിട്ട് വിശദീകരിക്കാൻ. അൽ മഅന, ഈ പറഞ്ഞ ആയത്തിൽ ഉദ്ദേശിച്ച അർത്ഥം അന്നഹും യറൗന അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ അവർ കാണുന്നു, അഹഖ, ഏറ്റവും അർഹതയുള്ളതായിട്ട്. എന്തിന്? ബിഅൻ യൂഹാ ഇലൈഹിം, വഹി അവരിലേക്ക് ഇറക്കപ്പെടാൻ. അല്ലാഹു തആല ജിബ്രീൽ മാലാഖയെ അയച്ചുകൊണ്ട് ഒരു വഹി നൽകുകയാണെങ്കിൽ, ഒരു ദൈവിക സന്ദേശം അല്ലാഹു തആല കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടേണ്ടത് ആർക്കല്ല? അത് കിട്ടേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല, അത് ഞങ്ങൾക്കാണ് എന്നാണ് ആരുടെ ധാരണ? ഇവരുടെ ധാരണ. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ എന്താ? നേരത്തെ ഞങ്ങളിലേക്കാണല്ലോ ഇത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പുതിയൊരു സംവിധാനത്തേക്ക് പോകാൻ പറ്റൂല. അങ്ങനല്ല, പുതിയ സംവിധാനം ഹൈറാണെങ്കിൽ അതിൽക്കന്നെ പോകേണ്ടത്. അത് നേരത്തെ ഉള്ളതാന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ജൂതന്മാർ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ ഞങ്ങൾക്കാണല്ലോ വന്നുകൊണ്ടിരുന്നത്, കൃത്യമായിട്ട് വഹയികൾ വന്നുകൊണ്ടിരുന്നത്, ഞങ്ങളിൽ നിന്നാണല്ലോ നബിമാരുണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിനുള്ള യോഗ്യത ആർക്കാ? ഞങ്ങൾക്കാണ്. ഒരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാൻ പാടില്ല, അങ്ങനെ ഒരു വഹയി വരാൻ പാടില്ല എന്ന ഒരു വല്യേട്ടൻ മനോഭാവം അത് അവര് വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നു. മക്കത്തുള്ള മുശ്രിക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ നിലപാടെന്താ? അവര് ചിന്തിക്കുന്നത്, മക്കയിൽ നിന്ന് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയി കൊടുക്കുകയാണെങ്കിൽ, ഒരു ദൈവിക സന്ദേശം അദ്ദേഹത്തിലേക്ക് മലക്കുകളെ അയച്ചിട്ട് അല്ലാഹു തആല കൊടുക്കുകയാണെങ്കിൽ, അതിന് ഞങ്ങൾ മക്കത്ത് കേമന്മാരായിട്ടുള്ള പലരും ഇവിടെ അല്ലേ, ഞങ്ങളെ ആരെങ്കിലും പരിഗണിച്ചാൽ പോരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനാണ് അതിന് പരിഗണിച്ചത്? അപ്പൊ അതിന് പരിഗണിക്കപ്പെടേണ്ടവർ അങ്ങനൊന്നും ഉണ്ടെങ്കിൽ ആരായിരുന്നു? അത് ഞങ്ങളായിരുന്നു എന്ന വല്യേട്ട മനോഭാവം തന്നെയാണ് ആരും വെച്ചു പുലർത്തുന്നത്, അവരും വെച്ചു പുലർത്തുന്നത്. വാസ്തവത്തിൽ വിഷയം അവിടെ ഒന്നുമല്ല. വിഷയം യോഗ്യത ആർക്കാണുള്ളത് എന്ന് തീരുമാനിക്കുന്നവൻ ആരാ? അത് അള്ളാഹുവാ തീരുമാനിക്കേണ്ടത്. ഞാനാണ് യോഗ്യൻ സ്വന്തം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല. മനസ്സിലായില്ലേ? സ്വന്തം ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല, ഞാനാണ് യോഗ്യൻ, ഇതിലൂടെയാണ് കാര്യങ്ങൾ പോകേണ്ടത്, നിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് നീങ്ങേണ്ടത് എന്ന് ഒരാൾ സ്വയം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല. മറിച്ച് അത് തീരുമാനിക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ടാകും. ആ അതോറിറ്റിയാണ്, അതിന്റെ ഫൈനൽ അതോറിറ്റിയാണ് അല്ലാഹു തആല. ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ മറുപടി, അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകത്വം എന്ന മഹാസ്ഥാനം നൽകി ആദരിക്കേണ്ടത് എന്ന് അള്ളാഹ്ക്ക് അറിയാൻ കൃത്യമായിട്ട്. അതിന് യോഗ്യനായ ആളെ തന്നെ, അതിന് ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ തന്നെയാണ് അല്ലാഹു തആല അതിനെ തെരഞ്ഞെടുത്തത് എന്ന് ആ നിലക്കുള്ള വാദം ഉന്നയിക്കുന്നവർക്ക് മറുപടിയായി ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് ഇവിടെയും പറയണത്. അന്നഹും യറൗന അൻഫുസഹും അഹഖ ബിഅൻ യൂഹാ ഇലൈഹിം, വഹയി കിട്ടുകയാണെങ്കിൽ അത് കിട്ടേണ്ടത് ഞങ്ങൾക്കാണ് എന്നാര് പറഞ്ഞു? ജൂതന്മാരും പറഞ്ഞു, അതേപോലെ തന്നെ മുശ്രിക്കുകളും പറഞ്ഞു. വേദക്കാര് പറയാൻ കാരണം എന്താ? മുമ്പത്തെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അവര്. നേരത്തെ വരലേ എവിടുന്ന? ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാണല്ലോ എന്തുണ്ടാകല്, നബിമാരൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയാണ് എന്തിന്റെ അർഹത? ഒരു വഹയി കിട്ടാൻ ഒരു നബി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർഹത എന്നാണ് അവരുടെ വാദം. അറേബ്യൻ മുശ്രിക്കുകളാണെങ്കിലോ, മക്കത്തുനിന്ന് ഒരാൾക്ക് അങ്ങനെ വല്ല സ്ഥാനത്തിനും അല്ലാഹു തആല പരിഗണിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ അതിന് പരിഗണിക്കപ്പെടേണ്ട ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ കേമന്മാര് വേറുണ്ടല്ലോ എന്ന ആ ധാരണയാണ്. മൂപ്പടമ തർക്കം നമ്മൾ സാധാരണ പറയണേ. അതിന്റെ പേരിലാണ് അവരെന്ത് ചെയ്തത്? മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഹൈറ് വരുന്നത് അവർ ഇഷ്ടപ്പെടാതിരുന്നത്. എന്നാൽ ഫയഹ്സുദൂനകും, അത് കാരണത്താൽ അവർക്ക് നിങ്ങളോട് വലിയ അസൂയയാണ്. വമാ യുഹിബ്ബൂന അൻ യുനസ്സല അലൈക്കും ഷൈഉം മിനൽ വഹയി, ഒരു വഹയും നിങ്ങൾക്ക് ഇറങ്ങലിനെ ആരിഷ്ടപ്പെടുന്നില്ല. ആ ജൂതന്മാരോ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളോ ഇഷ്ടപ്പെടുന്നില്ല. ഒരു നന്മയും അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടരുത് എന്ന് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സുമ്മ ബയ്യന സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, അന്ന ദാലികൽ ഹസദ, ഈ അസൂയ ലാ യുഅസ്സിറു ഫീ സവാലി ദാലിക, അല്ലാഹു തആല സെലക്ട് ചെയ്ത് നൽകിയ
ആ അനുഗ്രഹം അവരിൽ നിന്നും നീങ്ങിപ്പോകുന്നതിൽ ഒരു സ്വാധീനവും ചെലുത്തില്ല. കാരണം ഫഇന്നഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്തസു ബിറഹ്മതിഹി വ ഇഹ്സാനിഹി മൻ യശാ, അവന്റെ അനുഗ്രഹം കൊണ്ടും അതേപോലെ തന്നെ അവൻ ചെയ്തു കൊടുക്കുന്ന നന്മ കൊണ്ടും അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു തആല പരിഗണിക്കും, പ്രത്യേകമാക്കും. അല്ലാഹു തആല ഒരാൾക്ക് സ്ഥാനം കൊടുത്താൽ ആ സ്ഥാനം കൊടുത്തവനെ ഇകഴ്ത്താൻ ആരൊക്കെ ശ്രമിച്ചാലും നടക്കില്ല. എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനാക്കുക എന്നത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ആർക്കധികാരമില്ല? ഈ ജൂതന്മാർക്ക് അധികാരമില്ല, അതേപോലെ തന്നെ അറേബ്യൻ മുശ്രിക്കുകൾക്കും അധികാരമില്ല. എന്നു മാത്രമല്ല, ഏതൊരു വിഷയത്തിലായാലും അല്ലാഹു തആല തീരുമാനിച്ച തീരുമാനത്തെ അംഗീകരിക്കുന്നിടത്ത് എത്തലാണ് ബുദ്ധി. അതാണ് മനുഷ്യന്മാര് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇതൊരു വല്ലാത്ത ഒരു കാര്യമാണ്. ഏതൊരു മനുഷ്യനും ആലോചിക്കേണ്ട, ഏതൊരാളും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ, പടച്ച റബ്ബ് ഓരോരുത്തർക്ക് നൽകാൻ തീരുമാനിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് ഒരാൾക്ക് അല്ലാഹു കൊടുത്താൽ ആ യാഥാർത്ഥ്യം ബാക്കിയുള്ളവർ അംഗീകരിക്കുക എന്നുള്ളതാ ശരി. എന്നാൽ അവനെന്താക്കാൻ പറ്റും? സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അതേ സമയത്ത് അസൂയായിട്ട് കുശുമ്പുമായിട്ട് മുന്നോട്ട് പോയാലോ ഏത് സമയത്തും അസ്വസ്ഥതയായിട്ട് നടക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, അസൂയ പിന്നെ എന്താക്കും? മനുഷ്യന്റെ നന്മകൾ വല്ലതുണ്ടെങ്കിൽ അതിലൊക്കെ നശിപ്പിച്ചു കളയും. ഏതുപോലെ? തീയ് വിറകിനെ തിന്നണ പോലെ. അതായത് ഏത് തീയിലേക്ക് വിറക് വെച്ചു കൊടുത്താലും എത്ര കട്ടിയുള്ള വിറകാണെങ്കിലും ശരി, അത് തകർത്ത് കളയുന്നത് മാതിരിയാണ് അസൂയക്കാരന്റെ എല്ലാ നന്മകളും തകർന്നു പോകും. കാരണം എന്താ? അവൻ ഏത് സമയത്തും തനിക്ക് ലഭിച്ചോ ലഭിച്ചില്ലേ എന്നതിനേക്കാൾ അവൻ പരിഗണിക്കാൻ എന്തിനേക്കും? എന്റെ ശത്രുവിന് വല്ലതും കിട്ടുന്നുണ്ടോന്നതേക്കും. അപ്പൊ ശത്രുവിന് ഒരു അനുഗ്രഹവും കിട്ടാൻ പാടില്ല എന്ന ചിന്ത. അതെ 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 അത് ആ നിലക്കുള്ള കുറെ ആൾക്കാര്, ആ സ്വഭാവക്കാരെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ സ്വഭാവക്കാരൊക്കെ അത് ശ്രദ്ധിക്കണം. ഒരിക്കലും തന്നെ മറ്റവർക്ക് എന്താ കിട്ടുന്നത് അതെങ്ങനെ മുടക്കാൻ പറ്റും എന്ന ചിന്തയല്ല ഒരു മൂമിന് വേണ്ടത്. മറിച്ച് മൂമിനായ മനുഷ്യൻ അവനെന്ത് ചിന്തിക്കണം? അവൻ ചിന്തിക്കേണ്ടത് ഇതൊക്കെ നൽകുന്നവൻ അള്ളാഹു ആണല്ലോ. അതുകൊണ്ട് ആ അള്ളാഹു ഇപ്പൊ അവർക്കാ കൊടുക്കാൻ തീരുമാനിച്ചത്, ആ കൊടുക്കാൻ തീരുമാനിച്ച് ഞാൻ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ മതി. മറ്റേ നമുക്കൊരു അഭിപ്രായം പറയാൻ യോഗ്യതയൊന്നും ഇല്ലാത്ത വിഷയമല്ലേ വാസ്തവത്തിൽ പ്രവാചകത്വം പോലുള്ള സംഗതികള്. ആ സംഗതികളിൽ പോലും ഇവരെന്താക്കുകയാണെന്ന് സമൂഹത്തിന് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് എത്തുന്ന അപകടമാണ് ഇവിടെ കാണുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഗതി തന്നെയാണ്. ജൂതന്മാരോടാണ് ഇത് പറഞ്ഞതെങ്കിലും അതേപോലെ അറേബ്യൻ മുശ്രിക്കുകളോടാണ് ഇത് പറഞ്ഞതെങ്കിലും നമ്മളെ ജീവിതത്തിലും കാണണം നമ്മൾ അത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ. നമുക്കൊരാളോട് ഇഷ്ടക്കുറവുണ്ടായാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുന്നത് പിന്നെ സഹിക്കൂല എന്നൊരു സമീപനത്തിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ എല്ലാ നന്മകളും തകർന്നു പോകും. കാരണം എന്താ? ഒരാളോട് അസൂയ വന്നാൽ ആ അസൂയക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്ത് ചെയ്യും? ആ മനുഷ്യൻ ഏത് വിധേനയും അവന്റെ അസൂയ വെക്കപ്പെടുന്ന ആളെ തകർക്കാൻ നോക്കും. പക്ഷെ ഓരോ സംഭവങ്ങളും അത് ആരിലേക്ക് തന്നെ തിരിച്ചടിക്കും? അവനിലേക്ക് തന്നെ തിരിച്ചടിക്കും. നമ്മൾ മുമ്പ് മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചൊരു കഥല്ലേ, ഒരു രാജാവിന്റെ അടുത്തുനിന്ന് പലപ്പോഴും എന്താക്കും? അദ്ദേഹത്തിന്റെ മന്ത്രി മറ്റു പല ആളുകളുടെ അടുത്തേക്കും പല സംഗതികളുടെ മെസ്സേജൊക്കെ ആയിട്ട് പോകും. ആ പോണ സമയത്തൊക്കെ അയാൾക്ക് അവിടുന്ന് നല്ല സമ്മാനങ്ങൾ കിട്ടും. അപ്പൊ ആ സമ്മാനങ്ങൾ ഇങ്ങനെ കിട്ടിയപ്പോ, അതെ ഉള്ളിയുടെ കഥ, സമ്മാനങ്ങൾ ഇങ്ങനെ കിട്ടുന്നത് കണ്ടപ്പോ ഇയാളോടാണ് അസൂയ തോന്നി ഒരാൾക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം, ആ സ്ഥാനം എനിക്ക് കൈയടക്കണം എന്ന് ചിന്തിച്ചിട്ട് അയാൾ എന്താ ചെയ്തേ? അയാൾ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു, ഈ സാധുവായ മനുഷ്യനോട് വേറൊന്നും പറഞ്ഞു കൊടുത്തു. രാജാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞെന്താ? ഏത് സമയത്തും ഈ രാജാവിന്റെ അടുത്തിരുന്ന ബുദ്ധിമുട്ടാണ്. കാരണം അയാളെ വായനാറ്റം സഹിക്കാൻ കഴിയില്ല എന്ന് ഈ സാധുവായ മനുഷ്യൻ രാജാവിനെ പറ്റി അങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ട് എന്ന് ആരോട് പറഞ്ഞു കൊടുത്തു? രാജാവിനോട് പോയി പറഞ്ഞു കൊടുത്തു. അതേ സമയത്ത് ഈ മന്ത്രിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഈ സാധുവിനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? നന്നായിട്ട് ഉള്ളിയുള്ള ഭക്ഷണം ചേർത്തിട്ടൊക്കെ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടും വായായിരുന്നു ഉള്ളിയുടെ നാറ്റം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ രാജാവിന്റെ അടുത്ത് നേരത്തെ അങ്ങനെ പോയി പറഞ്ഞപ്പോ അയാൾ ഇനി ഇയാളെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിക്കുമല്ലോ. ആ സാധുവായ മനുഷ്യൻ അവിടെ ചെന്ന് രാജാവിനോട് വർത്താനം പറയുമ്പോൾ എന്ത് ചെയ്തു? വായ അങ്ങനെ പൊത്തിയിരുന്നു. അപ്പൊ അത് ശരി തന്നെ ആയിരിക്കും ആർക്ക് മനസ്സിലായി? ശരി തന്നെ ആയിരിക്കും രാജാവിന് മനസ്സിലായി. അങ്ങനെ ഈ എഴുത്തുമായിട്ട് വരുന്ന ആളെ അറുത്ത് തോല് പൊളിച്ച് വൈക്കോല് അതിന്റെ അകത്ത് വൈക്കോൽ കുറച്ചും കിട്ടന്നെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജാ പിന്നെ കൊടുത്തേക്കണത്. അപ്പൊ എന്നും മെസ്സേജുമായിട്ട് പോകുമ്പോ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും സമ്മാനം ഇയാൾക്ക് കൈനിറയെ കിട്ടും എന്ന വിവരമുള്ളതുകൊണ്ട് വഴിന്ന് നേരത്തെ അസൂയക്കാരൻ എന്ത് ചെയ്തു? എന്നാ ഈ തവണ കത്ത് ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ടേക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് നല്ല മനസ്സുള്ള ആളുകൾക്ക് എന്തുണ്ടാകും? അവർക്കൊരു വിശാലത ഉണ്ടാകും. അപ്പൊ ആ വിശാലത ഉണ്ടാകുമ്പോ അവരെന്ത് ചെയ്യും?
ആയിക്കോട്ടെ, നിങ്ങളാണെങ്കിൽ നിങ്ങളായിക്കോട്ടെ, ഞാൻ തന്നെ ചെയ്യണമെന്ന് വാശിയൊന്നുമില്ല എന്നർത്ഥ ഒരു അവരുടെ സ്വഭാവത്തിൽ ഒരു ഫ്ലെക്സിബിൾ ആയ ഒരു ശൈലി അവർ സ്വീകരിക്കും. ആ സാധുവായ മനുഷ്യൻ അത് സ്വീകരിച്ചു. പക്ഷേ ഈ മറ്റേയാൾ എന്ത് ചെയ്തു? അതും കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു മന്ത്രിയുടെ അടുത്തേക്ക്, രാജാവിന്റെ അടുത്തേക്ക്. അപ്പൊ രാജാവിന്റെ അടുത്ത് തിരിച്ചു വന്നപ്പോ, അല്ല ഈ പോയിലെ സാധനമായിട്ട് വെച്ചു, അത് വേറെ എൻ്റെ ഒരു സുഹൃത്ത് അയാൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അയാൾക്ക് ഞാൻ കൊടുത്തതാണ്. മനസ്സിലായില്ലേ? അപ്പോ മന്ത്രി ഇയാളോട് ചോദിച്ചു, രാജാവ് ചോദിച്ചു എന്താ സംഭവം. അപ്പൊ അയാൾ പറഞ്ഞു കൊടുത്തു സംഗതി. എന്താണ് പറഞ്ഞു കൊടുക്കണത്? അയാൾ പറഞ്ഞു കൊടുത്തു, ഇയാൾ ഇങ്ങനെ എന്നോട് ഉള്ളി ഭക്ഷണം തീറ്റിയിരുന്നു, എന്നിട്ട് രാജാവിന്റെ അടുത്ത് വന്നപ്പോ ഞാൻ അങ്ങനെ തൊള്ള പൊത്തിയിരുന്നതാണ്, അത് രാജാവിന് മണം വരേണ്ട ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അയാൾ വന്ന് ഇവിടെ വന്ന് വേറെ പാര വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പൊ പുറത്തറിയുകയും ആ ശിക്ഷ അയാൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു എന്ന ഗുണപാഠമുള്ള ഒരു കഥ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു നൽകിയതല്ലാതെ ഒരാൾക്കും കിട്ടൂല. ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാഫി ഇമാമിന്റെ ആണ്ടിന്റെ ദിവസം ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അള്ളാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മനസ്സിലേക്കൊക്കെ തന്നിട്ടുള്ള വല്ലാത്തൊരു ചിന്തയുണ്ട്. ഒരിക്കലും തന്നെ അസൂയ കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമുക്ക് അള്ളാഹു തആല കണക്കാക്കിയതിന്റെ അപ്പുറത്തേക്ക് എത്താനും കഴിയില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനും വാസ്തവത്തിൽ എനിക്ക് അള്ളാഹു കണക്കാക്കിയതേ കിട്ടുള്ളൂ എന്ന മാ ഖുദ്റയകൂൻ, കണക്കാക്കപ്പെട്ടതെന്തോ അതുണ്ടാകും. അങ്ങനെ പറയാൻ തന്നെയല്ലേ മുസ്ലിമീങ്ങളോട് അള്ളാഹു തആല നിർദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹു കാന വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഉണ്ടാവൂല. ഈ ഒരൊറ്റ സ്വഭാവം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമുക്കറിയാമല്ലോ, എന്തെന്നെ വന്നാലും ചിലപ്പോ ജീവിതത്തിൽ പ്രയാസം വരികയാണെങ്കിലും ഇത് പടച്ചോനിപ്പ് എനിക്ക് കണക്കാക്കിയതാണ് എന്ന് ചിന്തിക്കാൻ അവന് സാധിക്കും. ഇനി അവന്റെ ജീവിതത്തിൽ സന്തോഷം വന്നാലോ, അള്ളാഹു തആല എനിക്കിപ്പോ സന്തോഷം തന്നതാണെന്ന നിലക്ക് ശുക്ർ ചെയ്യാൻ അവന് പറ്റും. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. കാരണം എന്താ? അവന് സന്തോഷം കിട്ടിയാലും അവന് ഗുണാണ്, അവന് വിഷമം കിട്ടിയാലും അവന് ഗുണാണ്. സന്തോഷം കിട്ടിയാൽ എന്ത് ചെയ്യും? അവന് സന്തോഷം കിട്ടിയാൽ അവൻ ശക്കറ, അവൻ അതിന് നന്ദി ചെയ്യുന്നവനാകും. അതേസമയത്ത് വിഷമം ഉണ്ടായാൽ സബറ, അവൻ ക്ഷമിക്കുന്നവനാകും. അപ്പോൾ നന്മക്കുള്ള ശുക്റും തിന്മക്കുള്ള അല്ലെങ്കിൽ വിഷമത്തിനുള്ള സബറും, ഇത് രണ്ടും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നല്ല സ്വസ്ഥത ഉണ്ടാകും. എപ്പോഴും അല്ല എനിക്ക് ഇത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് ചിന്തിക്കാൻ പറ്റിയാൽ. അതുകൊണ്ടല്ലേ ലവ് എന്ന പദം മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ വരൂലായിരുന്നു അല്ലെ? നമ്മൾ സാധാരണ പറഞ്ഞു പോണ ഒരു വാക്ക് തന്നെയാണത്. പല ആൾക്കാരും എന്ത് അറിയാണ്ട് പറഞ്ഞു പോണ വാക്കാണ്. ഇങ്ങനെ ഒരു സംഗതി നടന്നിരുന്നുവെങ്കിൽ, ഞാനിപ്പോൾ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം പറ്റൂലായിരുന്നു. അല്ലെങ്കിൽ ഒരു ബസ് കയറാൻ നിന്നു, അവിടെ തിരക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അടുത്ത ബസ്സിലേക്ക് പോയി. അടുത്ത ബസ്സിലേക്ക് പോയി. ആ ബസ് കയറുമ്പോ എന്ത് ചെയ്തു? പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയാൽ സാധാരണ നമ്മൾ ഏത് മലയാളിയും പറഞ്ഞോണ്ട് ഒരു വാക്ക് തന്നെയാണ് എന്ത്? ഞാൻ ആ മറ്റേ ബസ്സിൽ തന്നെ കയറിയാൽ മതിയായിരുന്നു, എന്നാ പോക്കറ്റ് അടിക്കൂലായിരുന്നു അല്ലേ? വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടോ? അല്ല. അതിൽ കയറിയാലും പോക്കറ്റ് അടിക്കപ്പെടാൻ അള്ളാഹു കളാക്കിയിരുന്നെങ്കിൽ എന്താവും? നടക്കും. അതുകൊണ്ട് ലവ് എന്ന പദം, അതായത് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കൂലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ വിചാരിച്ചേ കിട്ടുമായിരുന്നു എന്ന രൂപത്തിലുള്ള ഒരു വാചകം ഒരു മുഅ്മിനിന്റെ മനസ്സിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, പിശാചിന്റെ വാതില് തുറക്കലാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഖലാവിലും ഖദറിലും വിശ്വസിക്കാത്തൊരു സമീപനാണ് പെരുമാറ്റത്തിൽ എന്തിലൂടെ കടന്നു വരുന്നത്? ആ ഒരു പ്രയോഗത്തിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ പോയി ലവ് എന്ന ആ ഒരു പദത്തിന് പോലും ഉത്തരം എന്തുണ്ട് എന്ന് അർത്ഥവ്യാപ്തി ഉണ്ട് വെച്ചാൽ അതിന്റെ ആശയം, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കൊരു ഈ അബദ്ധം വരൂലായിരുന്നു, അല്ലെങ്കിൽ അപ്പൊ തന്നെ പോയാൽ മതിയായിരുന്നു, എന്നപ്പൊ ഈ ആ ബസ്സിൽ കയറി ആക്സിഡന്റിൽ പെടൂലായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും സാധാരണ. പക്ഷേ അങ്ങനെ പറയുന്നത് വാസ്തവത്തിൽ പിശാചിനെ സന്തോഷിപ്പിക്കലാണ്. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതേ നടക്കുള്ളൂ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഇപ്പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് ആരെ സ്വഭാവമാണ്? അസൂയ എന്ന് പറയുന്നത് ജൂതന്മാരുടെയും മുശ്രിക്കുകളുടെയും സ്വഭാവമാണ്. മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെജോറിറ്റി ഉണ്ടാകുന്നത് ആർക്കിഷ്ടല്ല? അവർക്ക് ഇഷ്ടല്ല. അതേ സമയത്ത് അല്ലാഹു തആല പറഞ്ഞത് വല്ലാഹു യഖ്തസു ബിറഹ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് അവൻ പ്രത്യേകമാക്കും മയ്യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവരെ. അതുകൊണ്ട് അല്ലാഹു തആല ഒരാൾക്ക് ഒരു ഖൈർ കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടി പിടിച്ചാൽ നടക്കുവോ? അതുകൊണ്ട് അസൂയ വെക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ പടച്ചോന്റെ തീരുമാനത്തോടുള്ള പ്രതിഷേധം അറിയിക്കലാണ്. അത് വല്ലാത്തൊരു അതിരുവിട്ട സമീപനല്ലേ
വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ദുസ്വഭാവം പലപ്പോഴും കടന്നു വരൂലേ, എനിക്കങ്ങനെ ഉണ്ടായത് ഓനങ്ങനെ ഉണ്ടായത് എന്താ എന്ന് ഒരാളെ പറ്റി നമുക്ക് തോന്നണ്ട. മറിച്ച് അള്ളാഹു കണക്കാക്കിയതാ നടക്കുന്നത്. വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. നമ്മുടെ പ്ലാനിനപ്പുറം, നമ്മുടെ കണക്ക് കൂട്ടലിനപ്പുറം പടച്ച റബ്ബിനൊരു കണക്ക് കൂട്ടലുണ്ട്. അള്ളാഹു താല പ്ലാൻ ചെയ്തൊരു സംഗതി ഉണ്ട്. ആ പ്ലാൻ ചെയ്തതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഒരു കൃത്യമായ ചിന്തയാണ്, ഈ ഒരു കൃത്യമായ ബോധമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണല്ലോ കുനൂത്തോതുന്ന നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അത് ആ കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെ, ഇന്നഹു ലാ യഅ്സു ലാ യദില്ലു മൻ വാലൈത വലാ യഅ്സു മൻ ആദൈത. അള്ളാഹു തെരഞ്ഞെടുത്ത ആൾക്കാരെ അവർക്കൊരിക്കലും തന്നെ നിന്ദയുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കൂല. അള്ളാഹു താല ഒരാളെ നിന്ദനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓനെ യോഗ്യനാക്കാൻ വേണ്ടി നമ്മൾ പണിയെടുത്തിട്ട് കാര്യമല്ല. എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ ഏറ്റവും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരു സംഗതിയാണ് എന്ന് അതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കുന്നു. അർഹമുർറാഹിമായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത ആയത്തിലേക്ക് കടന്നാൽ, ഇനി എന്തായാലും ലൈവ് വളരെ പെട്ടെന്ന് വരും. കുറുവട്ടൂരിൽ നിന്നുള്ള ത്വരീഖത്തുമായി ബന്ധപ്പെട്ട സ്നേഹ സംവാദം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേഖല ആണ്. നന്നാകാൻ തീരുമാനിച്ചിട്ട് ആളുകൾ അപകടത്തിൽ ചെന്ന് പെടുക. അത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. അപ്പൊ ആ